ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പനീർ മസാലയാണ്. ഇതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ നാടൻ രീതിയിലാണ് ഇത് വെക്കുന്നത്. അതായത് തേങ്ങ വറുത്തരച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ചൂടാകുന്ന സമയത്ത് ഇതിനകത്ത് 2 ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പനീർ ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് ആദ്യത്തെ നമ്മുടെ ജോലി. ഓയിൽ പാനിൻ്റെ സകല സൈഡുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പനീർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് 2 പുറവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഉത്തമം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നത്തില്ല. 2 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പനീർ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അതേ പാനിൽ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേ പാനിൽ തന്നെ ആയതുകൊണ്ട് അല്പം ഓയിൽ അതിനകത്ത് ഉണ്ടാവും. ഫ്ലെയിം താഴ്ത്തി വെച്ചുകൊണ്ട് വേണം, അതായത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മളിത് വറുത്തെടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മളെ പനീറിൻ്റെ ആ ടേസ്റ്റ് മൊത്തം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. അതല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മറ്റു ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമ്മൾ എന്തായാലും ഇത് ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അത്യാവശ്യം ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉലുവ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ഏലക്കായാണ്. ഏലക്കായ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് മറ്റു പൊടികൾ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അധികം നേരം ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. തേങ്ങ വറുത്തത് മാറ്റിക്കഴിഞ്ഞാൽ അതേ പാനിൽ തന്നെ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. മീഡിയം സൈസ് വലിപ്പമുള്ള 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നതെങ്കിൽ പാന് പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. വരവിന് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നന്നായി വാടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാം. കൂടെയാണ് ഈ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഇളക്കി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോകണം. ആദ്യം ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മളെ തക്കാളി ഉള്ളി വാട്ടിയതും ശേഷം നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി, രണ്ടും കൂടി ഒന്നിച്ചാണ് ഞാനത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അല്പം വെള്ളവും ചേർക്കാം. ശേഷം അതേ പാൻ തന്നെ ഒന്ന് തുടച്ച് വീണ്ടും നമ്മൾ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത്. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മൊത്തത്തിൽ ചേർത്തു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരൽപ്പം കസൂരി മേത്തി കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ വറുത്തരച്ച പനീർ മസാല തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ പനീർ മസാല തയ്യാറാക്കി നിങ്ങളെല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ പറയണം. അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.